ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ, അപ്പൊ കീമിന്റെ ഒരു പ്രൊസീജിയർ ഒന്നും നടക്കാതെ ഞാൻ ഒരുപാട് പേര് വിഷമിച്ചിരിക്കുകയും. സോ അവർക്കൊരു ആശ്വാസം നൽകുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കീമിന്റെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ്, കീമിന്റെ എൻട്രൻസ് ബിടെക്കിന്റെയും ഫാർമസിയുടെയും കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഇത് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ല, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്ത് അവിടെ കാറ്റഗറി പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്നാണ്. സോ അത് കയറി ചെക്ക് ചെയ്യാം. പിന്നെ അടുത്ത സംശയം എന്ന് പറയുന്നത്, ഒരുപാട് പേര് കൺസേൺ ചോദിച്ചൊരു ക്വസ്റ്റ്യാണ്. ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിലൊക്കെയും ഈ ഓരോ കാറ്റഗറി കൊടുത്തേക്കുന്നത് കാറ്റഗറി റാങ്ക് ലിസ്റ്റിന്റെ റാങ്ക് ആണോ എന്ന്. സോ ഡെഫിനറ്റ്ലി അതല്ല, നിങ്ങളുടെ ജനറൽ റാങ്ക് ആണ്. ഓരോ ഇഴവ കാറ്റഗറി ആയാലും മുസ്ലിം കാറ്റഗറി ആയാലും എസ് ആയാലും ST ആയാലും ഒക്കെ അതിന്റെ അടിയിൽ കൊടുത്തേക്കുന്നത് നിങ്ങളുടെ ജനറൽ കാറ്റഗറിയാണ്. സോ ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് കൊണ്ട് വലിയ യൂസ് ഒന്നുമില്ല. സോ നിങ്ങൾക്ക് പിന്നെ എല്ലാവരും റിസർവേഷൻ ഉള്ള എല്ലാവരും ഡെഫിനറ്റ്ലി നിർബന്ധമായിട്ട് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പോയി ചെക്ക് ചെയ്യണം. കാരണം എന്തെന്ന് വെച്ചാൽ, ഇൻ കേസ് നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സിഇക്ക് മെയിൽ ചെയ്ത് അതൊരു കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടോ എന്ന് ആ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ചെല്ലുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ കാണാം. പിന്നെ അതുകൊണ്ടുള്ള വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു OBCയിൽ ഇഴവ കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ എത്ര പേര് ആ കാറ്റഗറി ഉണ്ടെന്ന് അറിയാൻ പറ്റും. സോ അങ്ങനെ ഒരു യൂസേ ഉള്ളൂ. വേറെ റാങ്ക് ലിസ്റ്റ് കൊണ്ടൊന്നും വലിയ യൂസുകളൊന്നുമില്ല. പിന്നെ ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ ഇൻ കേസ് ആരുടെയെങ്കിലും പേരില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു മെയിൽ സിഇക്ക് എൻട്രൻസ് കമ്മീഷണർക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഈ മാസം ജൂലൈ 10 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. 10 വൈകിട്ട് 5 മണിക്ക് മുന്നിൽ നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷണർക്ക് മെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളെ നേറ്റിവിറ്റി ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഇൻ കേസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇന്ന് കീമിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഗവൺമെന്റിന്റെ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചു. സോ അതിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ, ഹിയറിംഗ് മാറ്റി വെച്ചേക്കുകയാണ്. 8-ാം തീയതി നടക്കാനിരുന്ന ഹിയറിംഗ് 9-ാം തീയതിയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സോ 9-ാം തീയതി നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും എന്താണ് ഇനിയുള്ള പ്രൊസീജിയേഴ്സ്. ഇനി ലാഗ് ആവുമോ അതോ കീമോടനെ വരുമോ എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടും. അത്രയുള്ളൂ. റിസർവേഷൻ ഉള്ളവരൊക്കെ ഡെഫിനറ്റ്ലി എന്തായാലും റാങ്ക് ലിസ്റ്റ്, കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ പേരുണ്ടാവും നോക്കുക. അത്രയേ ഉള്ളൂ. വീഡിയോ തുറന്ന താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ചാനലിൽ വരുന്നതാണ്.